ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ മിനി വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവ് ഞാനൊന്ന് കുഴച്ച് വെക്കുവാണ്. അപ്പോൾ അരിപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടേ, നല്ല ചൂടുള്ള വെള്ളമാണല്ലോ, അപ്പോൾ തന്നെ അത് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്പൂണൊന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അതവിടെ കുറച്ച് നേരം മാറ്റി വെക്കും. അപ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ആയി വരാനായിട്ട് ഒരു 15 മിനിറ്റോളം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് ഞാനിതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു, മസാലയൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടക്കറി റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇടിയപ്പത്തിന് മാവ് കുഴക്കുമ്പോഴേ കുറച്ച് ലൂസായിട്ടത് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം പാടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇടിയപ്പം റെഡിയായി. അങ്ങനെ ഇതാ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചു, അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടു. അപ്പോൾ അതാ ഒരുപാട് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയെടുക്കട്ടെ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ സമയം കൊണ്ടിട്ട് നമ്മൾ അരി ഇട്ടത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കിയാണ് വെക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ഞാൻ അരി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് ചോറായിക്കോളും. പിന്നെ നമുക്ക് കറിക്കുള്ളത് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ചെമ്മീനും മീനുമാണ് ഉള്ളത്. മീൻ വറുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മീനിൽ മസാലയൊക്കെ പുരട്ടി അതവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒന്ന് താളിച്ചെടുക്കുകയാണ്. സാധാരണ രീതിയിൽ തന്നെ കടുക് പൊട്ടിച്ച് സവാളയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും ഉരുളക്കിഴങ്ങും ഇട്ടൊന്ന് താളിച്ചെടുത്തു. അപ്പോൾ ഈ ടൈമിൽ രണ്ടുപേരും എന്നെ വന്ന് വിളിച്ചിട്ടോ. ഇതാണ് മിന്നും ചിന്നും. ഇവർ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവർ ജനൽ വഴി വന്ന് എന്നെ വിളിക്കും. ബിസ്ക്കറ്റ് കഴിക്കുന്ന കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അപ്പോൾ രണ്ടുപേരും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കൂടി വറുത്തെടുക്കണം. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാം. എന്നിട്ടൊന്ന് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.